Hi friends, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ്സ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ച് റെസിസ്റ്റൻസിനെ 2-3 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്: ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്. ഇങ്ങനെ 3 തരത്തിലാണ് റെസിസ്റ്റൻസിനെ അതിൻ്റെ വാല്യൂ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 1 ohm, 1 ohm ആൻഡ് ബിലോ 1 ohm, ഒരു ഓമിന് താഴെയുള്ളത്, 1 ohmന് താഴെയുള്ള റെസിസ്റ്റൻസിനെയാണ് ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 1 ohm മുതൽ എന്നല്ല, എബോവ് 1 ohm ടു അപ് ടു 100 kilo ohm വരെയുള്ള റെസിസ്റ്റൻസിനെയാണ് മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ എബോവ് 100 kilo ohms ഉള്ള റെസിസ്റ്റൻസിനെയാണ് ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ 3 തരത്തിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ohmഉം ബിലോ 1 ohmഉം. എബോവ് 1 ohm അപ് ടു 100 kilo ohm ആണെങ്കിൽ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയും. എബോവ് 100 kilo ohm ആണെങ്കിൽ അതിനെ ഹൈ റെസിസ്റ്റൻസ് എന്നും പറയും. അപ്പോൾ ഈ ലോ റെസിസ്റ്റൻസ് വരുന്ന കണ്ടീഷൻസ് എവിടേക്കാണ്, അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത്, ഒരു മെഷീൻ്റെ ആർമേച്ചർ വൈൻഡിങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻസ് വൈൻഡിങ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു മീറ്ററിലെ അമ്മീറ്ററിൻ്റെ അമ്മീറ്റർ ഷണ്ട് എന്ന് പറയുന്നത് ഒരു ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അതേപോലെ കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഒരു ലോ റെസിസ്റ്റൻസ് ആണ്. ഇത് മൂന്നാണ് പ്രധാനപ്പെട്ട 3 ലോ റെസിസ്റ്റൻസ് അപ്ലിക്കേഷൻസ് ഏരിയ എന്ന് പറയുന്നത്. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ഉള്ള എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസും അതിനകത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മീഡിയം റെസിസ്റ്റൻസ് ആയിരിക്കും. ഓൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെയും റെസിസ്റ്റൻസ് മീഡിയം റെസിസ്റ്റൻസ് ആണ്. ഇനി ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്. സാധാരണ ഹൈ റെസിസ്റ്റൻസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പ് റെസിസ്റ്റൻസ് എന്നും അതെവിടേക്കാണ് അതിൻ്റെ യൂസസ് വരുന്നത് എന്നുള്ളതും എല്ലാ എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ച്, ലോ റെസിസ്റ്റൻസിൻ്റെയും മീഡിയം റെസിസ്റ്റൻസിൻ്റെയും ഹൈ റെസിസ്റ്റൻസിൻ്റെയും ഒക്കെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്നത്. ലോ റെസിസ്റ്റൻസ് മെത്തേഡ് വഴിയല്ല മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക, അതുവഴിയല്ല ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. സോ ഫസ്റ്റ് ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡാണ്. ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ളൊരു മെത്തേഡ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ്. വോൾട്ട് മീറ്ററും അമ്മീറ്ററും യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന മെത്തേഡാണ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് എന്ന് പറയും. നമുക്ക് പറയാം. രണ്ടാമത്തത് പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്. മൂന്നാമത്തത് കെൽവിൻ ബ്രിഡ്ജ്. ഈ 3 വഴിയാണ് ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. കെൽവിൻ ബ്രിഡ്ജ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റ്സിൽ പറയും. അതിന് മുന്നേ വോൾട്ട് മീറ്റർ അമ്മീറ്റർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. എനിക്കൊരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഈ റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസിന് നമ്മളൊരു DC സപ്ലൈ കൊടുക്കുക. ഈ ഒരു DC സപ്ലൈ കൊടുത്തിട്ട് ഈ റെസിസ്റ്റൻസിനൊരു DC സപ്ലൈ കൊടുത്തു. ഈ DC സപ്ലൈ കൊടുത്തിട്ട് ഈ DC സപ്ലൈൻ്റെ കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും കണക്ട് ചെയ്യാം. നോർമലി സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ പാരലായിട്ട് അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാണ്ടാവും. സോ വോൾട്ട് മീറ്ററും ഒരു റെസിസ്റ്റൻസിന് പാരലായിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക, സീരീസ് ആയിട്ട് ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുക, എന്നിട്ട് ആ വോൾട്ട് മീറ്ററിൻ്റെയും അമ്മീറ്ററിൻ്റെയും റീഡിംഗ് എടുക്കുക. ദെൻ അക്കോർഡിംഗ് ടു ഓംസ് ലോ റെസിസ്റ്റൻസ് is equal to voltmeter reading divided by അമ്മീറ്റർ റീഡിംഗ്. ഈ മെത്തേഡിനെയാണ് നമ്മൾ VA മെത്തേഡ് അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. നോർമലി ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. പ്രിസൈസ് ആയിട്ട് ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കെൽവിൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ ആണ്. സോ കെൽവിൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിൽ നിന്നും കുറച്ചും കൂടെ ഹയർ കോംപ്ലിക്കേറ്റഡ് ലെവൽ ആയതുകൊണ്ട് തന്നെ പ്രിസൈസ് മെഷർമെൻറ്റ്സിനാണ് നമ്മൾ ആ ഒരു മെത്തേഡുകൾ രണ്ടും പ്രിഫർ ചെയ്യുക. നെക്സ്റ്റ് ആണ് മീഡിയം റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോർമലി നമ്മുടെ എല്ലാ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതൊക്കെയായിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മീഡിയം റെസിസ്റ്റൻസ് ആണ്. എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസിലും വരുന്നതാണ് മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഒന്ന് വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് ഇവിടെയും യൂസ് ചെയ്യാം, ബട്ട് വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡിന് ആക്യുറസിയും പ്രിസിഷൻസ് ഒക്കെ വലിയ കുറവായിരിക്കും. എന്നാലും നമ്മൾ നോർമൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത് വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പഠിച്ചു കൊടുത്ത് നമ്മൾ സമയം കളയേണ്ട, അത്രയും സമയം നമ്മുടെ കയ്യിലില്ല.
സോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, ബിക്കോസ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തൊക്കെയാണ് മെത്തേഡ് എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക. വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡാണ് ഒന്ന്, രണ്ടാമത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്, മൂന്നാമത്തത് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്, ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്ക് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലേതൊരു മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് മെഷറാണ്. നാലാമത്തെ മെത്തേഡല്ല, മൂന്നാമത്തെ ടൈപ്പ് റെസിസ്റ്റൻസ് ആയിരുന്നു ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് മെഗർ ആൻഡ് മെഗർ നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻ ഡെപ്ത് ആയിട്ട് മെഗറിൻ്റെ കൺസ്ട്രക്ഷനും മീൻസ് മെഗർ എന്താണെന്നും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നമുക്ക് പറയാനുണ്ട്. വിൽ ഡിസ്കസ് ഇൻ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓർ എർത്തിങ് പറയുന്ന സമയത്ത് അത് പറയും. സോ മെഗാ ഓം മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓം മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഓം മീറ്ററിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് നോക്കാം. ഓം മീറ്റർ എന്ന് പറയുന്നത് 2 ടൈപ്പിൽ ഓം മീറ്റർ ഉണ്ട്. ഒന്ന് സീരീസ് ഓം മീറ്ററും രണ്ടാമത്തത് ഷണ്ട് ഓം മീറ്ററും. അത് എങ്ങനെ അതിലുള്ള കണക്ഷൻ എന്നനുസരിച്ചുള്ളതാണ് സീരീസ് ഓം മീറ്ററും ഷണ്ട് ഓം മീറ്റർ എന്ന് പറയുന്നത് 2 ഓം മീറ്റേഴ്സ് വരുന്നത്. ഒന്ന് സീരീസ് ടൈപ്പും രണ്ടാമത്തത് ഷണ്ട് ടൈപ്പും. സീരീസ് ടൈപ്പ് ആൻഡ് ഷണ്ട് ടൈപ്പ്, ഇങ്ങനെ 2 രീതിയിലാണ് ഓം മീറ്റർ ഉള്ളത്. ഈ 2 ടൈപ്പ് ഓം മീറ്ററിൽ എനിക്കൊരു അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഒരു അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സ്റ്റേണൽ സെറ്റപ്പാണ്. അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഇതിനൊരു കമ്പാരിസൺ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിമിറ്റിംഗ് റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക. ഒരു അഡ്ജസ്റ്റബിൾ റെസിസ്റ്റർ, വേരിയബിൾ റെസിസ്റ്ററാണ് സപ്ലൈ കൊടുത്തു. ഇത് എ ആൻഡ് ബി, ഈ 2 എക്കും ബിക്കും ഇടയിലുള്ള ഈ റെസിസ്റ്റൻസ് ആണ് എനിക്ക് RX അൺനോൺ റെസിസ്റ്റൻസ് ആണ്. സോ ഒരു മീറ്റർ, റെസിസ്റ്റൻസ് ഓഫ് ദി മീറ്റർ, ഇതൊരു മീറ്ററാണ്. ഈ രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് നമ്മളുടെ സീരീസ് ടൈപ്പ് ഓം മീറ്റർ എന്ന് പറയുന്നത്. ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷണ്ടായിട്ടായിരിക്കും ആരെ കണക്ട് ചെയ്യുന്നത്, മീറ്ററിനെ കണക്ട് ചെയ്യുന്നത്. ഇതാണ് രണ്ടിൻ്റെയും ഡിഫറൻസ്. കണക്ഷനിലുള്ള ഡിഫറൻസ് മാത്രമാണ് സീരീസ് ടൈപ്പും ഷണ്ട് ടൈപ്പും എന്ന് പറയുന്നുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതാണ് സീരീസ് ടൈപ്പ്, ഇതാണ് ഷണ്ട് ടൈപ്പ് എന്ന് ഓർത്തിരിക്കുക. നമുക്കിതിൽ ആവശ്യമുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്ററിൻ്റെ ഓം മീറ്ററിലെ മീറ്ററിൻ്റെയും സ്കെയിലിൻ്റെയും ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സീരീസ് ടൈപ്പ് മീറ്ററിൽ, സീരീസ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡയൽ എന്ന് പറയുന്നത്, സീരീസ് ടൈപ്പിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡയൽ, നമ്മൾ നോർമലി എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും ഡയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ബട്ട് സീരീസ് ടൈപ്പിൽ ഇൻസ്ട്രുമെൻറ്റിലെ ഡയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നും ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിൽ 0 ആയിരിക്കും. ഇതാണ് സീരീസ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത. സീരീസ് ടൈപ്പ് ഓം മീറ്ററിനകത്ത് മിനിമം അല്ലെങ്കിൽ മീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസും റൈറ്റ് സൈഡിൽ 0 റെസിസ്റ്റൻസുമാണ് എന്ത് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു സ്കെയിൽ വരുന്നത്. ദെൻ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെയില് നോൺ ലീനിയർ ആയിരിക്കും. നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫിനിറ്റി പോർഷൻസിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് പോർഷൻസിലൊക്കെ സ്കെയിൽ വളരെ ക്രാംപ്ഡ് ആയിട്ടും റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് സ്കെയിൽ കുറച്ച് വൈഡ് ആയിട്ടും പോകും. ദാറ്റ് സ്കെയിൽ ഇസ് കോൾഡ് നോൺ ലീനിയർ സ്കെയിൽ. ആ രീതിയിലുള്ള സ്കെയിൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും സീരീസ് ടൈപ്പിൽ ഉണ്ടാകും. ബട്ട് ഷണ്ട് ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ഷണ്ട് ടൈപ്പിൽ സ്കെയിൽ അവിടെയും സ്ക്രാമ്പ് തന്നെ ആയിരിക്കും. ഇത് നമുക്ക് ലോ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യാനും പറ്റും. ദെൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സ്കെയിൽ തന്നെയാണ് 0 മാർക്ക് അപ്പ് ടു ലെഫ്റ്റ് സൈഡ്. 0 മാർക്ക് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, ഇൻഫിനിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. നോർമൽ സ്കെയിൽ തന്നെയാണ് ഷണ്ട് ടൈപ്പിലുള്ളത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഓം മീറ്ററിൽ 2 ടൈപ്പ് ഓം മീറ്റേഴ്സ് ഉണ്ട്, സീരീസ് ടൈപ്പും ഷണ്ട് ടൈപ്പും. സീരീസ് ടൈപ്പിനകത്ത് ഇൻഫിനിറ്റി ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്. ഷണ്ട് ടൈപ്പിലാണെങ്കിൽ നോർമൽ സ്കെയിലുള്ള ടൈപ്പാണ്. സീരീസ് ടൈപ്പ് നമ്മൾ ലോ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്സിന് യൂസ് ചെയ്യും. ഷണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്സിനും നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. റെഡി? ദെൻ നെക്സ്റ്റ് വൺ, ലോ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ ലോ. ലോ ഓഫ് റെസിസ്റ്റൻസ്.
ലോ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ദ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ എ കണ്ടക്ടർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ലോ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ റെസിസ്റ്റൻസ് offered by a conductor is directly proportional to length of the conductor, and the resistance is indirectly proportional to or inversely proportional to area of the conductor. Indirectly എന്നല്ല, inversely എന്നാണ് correct term. Area of the conductor. Resistance is proportional to which material, and resistance is directly proportional to or it's proportional to temperature. അപ്പോൾ 4 കാര്യങ്ങളാണ് ഒരു കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. ഒന്ന് ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത്, രണ്ടാമത്തെ ആ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മൂന്നാമത്തെ കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ, നാലാമത്തെ ആ കണ്ടക്ടറിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഇപ്പോൾ ആ കണ്ടക്ടറുള്ള അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എത്ര. ഈ 4 കാര്യങ്ങൾക്കാണ് നമ്മളൊരു റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ 4ഉം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ, if the L is the length of the conductor and A is the area of cross section, so I can write it as R is proportional to L by A എന്ന് എഴുതാം. ടെമ്പറേച്ചറിൻ്റെയും മെറ്റീരിയൽ ഞാൻ തൽക്കാലം അവിടെ വെച്ചിട്ട് ഈ രണ്ടിനെയും മാത്രം എടുത്തിട്ടാണ് ഈ റിലേഷൻ എഴുതുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു ഈക്വൽ ടു ആക്കണമെന്നുണ്ടെങ്കിൽ R is equal to rho L by A എന്ന് പറയുന്ന രീതിയിൽ എക്സ്പ്രഷൻ വരും. ഈ റോ എന്ന് പറയുന്ന ടേമിനെ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. ഈ റോ എന്ന് പറയുന്ന ടേമിനെ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി, വിച്ച് ഈസ് ഡിപ്പെൻഡ് ഓൺ ദ മെറ്റീരിയൽ. സോ നമ്മുടെ മെറ്റീരിയലിൻ്റെ റിലേഷനും ഇതിനൊരു എക്സ്പ്രഷനകത്ത് വന്നു. സോ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനനുസരിച്ച് മാറുന്ന ഒരു ടേമാണ്. ആക്ച്വലി റെസിസ്റ്റിവിറ്റി അതിൻ്റെ മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇത് പ്യുവർലി മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു കോപ്പർ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. കോപ്പർ കണ്ടക്ടർ ആണെങ്കിൽ കോപ്പറിനുള്ള സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. അതേപോലെ തന്നെ അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു ക്യൂബിക് വോള്യത്തിലുള്ള അല്ലെങ്കിൽ ഒരു ക്യൂബ് കോപ്പർ എടുക്കുക, 1 സെൻറ്റിമീറ്റർ ക്യൂബുള്ള ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു ക്യൂബ് എടുക്കുക. ഈ ക്യൂബ് എടുത്തിട്ട് ഇതിൻ്റെ 2 ഓപ്പോസിറ്റ് ഫേസസ്, ക്യൂബിന് 8 ഫേസുകൾ ഉണ്ടാവും, ഇതിനൊരു ഫേസാണത്. ഇതിൻ്റെ 2 ഓപ്പോസിറ്റ് ഫേസ്, ഒരു ഫേസ് ഞാൻ ഇവിടെ നിന്ന് എടുത്തു, ഒരു ഫേസ് ഇവിടെ നിന്ന്, അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ്. ഈ 2 ഫേസിനിടയിൽ ഈ കോപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ ഈ കോപ്പർ കണ്ടക്ടർ അല്ല, ഇപ്പോൾ കോപ്പർ ക്യൂബ്, ഈ ക്യൂബ് എത്ര റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദ ഡെഫിനിഷൻ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ മീറ്റർ ക്യൂബ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ ഒരു യൂണിറ്റ് ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസസിലുള്ള റെസിസ്റ്റൻസ് ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഓം മീറ്റർ ആണ്. ദ റെസിസ്റ്റിവിറ്റി മെഷർഡ് ഇൻ ഓം meter. So this is the law of resistance. The resistance offered by a conductor is directly proportional to length and inversely proportional to area of cross section, and it's also related to, or it's also proportional to, or it's also varies according to the material and temperature. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 കാര്യങ്ങൾ ഇതിനകത്ത് വന്നു. ഇനി 4ാമത്തെ കാര്യമാണ് ടെമ്പറേച്ചറിൻ്റെ കേസ്. അപ്പോൾ ആ ടെമ്പറേച്ചറിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് എങ്ങനെ വേരി ചെയ്യുന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. അത് നമ്മൾ പറയുന്നത് ഒരു കോയിഫിഷ്യൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറയും. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ആ റെസിസ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി പറയുന്നത്. ഈ ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റിന് 2 രീതിയിലുള്ള വാല്യൂസ് വരും. ഒന്നെങ്കിൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, രണ്ടാമത്തത് അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഒന്നെങ്കിൽ അതൊരു പോസിറ്റീവ് വാല്യൂ, അതല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. പോസിറ്റീവ് വാല്യൂ വരുന്ന ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. നമ്മൾ ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ, നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് കോൾഡ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് മെറ്റീരിയൽ. സപ്പോസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എൻ്റെ റെസിസ്റ്റൻസ് കുറയാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. ആദ്യം പറഞ്ഞ ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. T is directly proportional to resistance. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു. പക്ഷേ രണ്ടാമത്തെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് കോൾഡ് നെഗറ്റീവ് കോയിഫിഷ്യൻ്റ് ഓഫ് ടെമ്പറേച്ചർ മെറ്റീരിയൽ. അപ്പോൾ ഈ 2 മെറ്റീരിയൽ കോയിഫിഷ്യൻ്റ് അനുസരിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്.
അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽ ഉണ്ട്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് മെറ്റീരിയലും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് മെറ്റീരിയലും. അത് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിൽ വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് മെറ്റൽ, പ്യുവർ മെറ്റൽ. പ്യുവർ മെറ്റൽസിൻ്റെ എല്ലാം കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആയിരിക്കും. അതായത് പ്യുവർ മെറ്റലിന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടി വരും. ദാറ്റ്സ് എ സിമ്പിൾ മീനിങ്. അതേപോലെ പ്യുവർ മെറ്റൽ, അതേപോലെ തന്നെ മെറ്റൽ അലോയ്സ്, മെറ്റലും മെറ്റലിൻ്റെ അലോയ്സും. ഞാനിത് ജനറലായിട്ട് പറയാൻ കാരണം എക്സാമിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് മെറ്റീരിയൽ ഉള്ളത് ചോദിച്ചിട്ട് ഓപ്ഷനിൽ സിൽവർ, കോപ്പർ, അലൂമിനിയം, ബേക്കിലൈറ്റ്, റബ്ബർ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഏതൊക്കെയാണ്? സിൽവർ, കോപ്പർ, അലൂമിനിയം പ്യുവർ മെറ്റൽസ് ആണ്. സോ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് അതിന്. അപ്പോൾ ഏത് മെറ്റൽ എടുത്താലും അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് പ്യുവർ പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അലോയ്, യൂറേക്ക, നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള രണ്ട് ടൈപ്പാണ്, മാംഗമിനും യൂറേക്കയും എല്ലാം. ആ സാധനങ്ങളെല്ലാം അലോയ്സ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും പോസിറ്റീവാണ്. സോ പ്യുവർ മെറ്റൽസ് ലൈക്ക് സിൽവർ, കോപ്പർ, അലൂമിനിയം എക്സെട്ര. അതേപോലെ അലോയ്സ് ലൈക്ക് യുറേക്ക, മാംഗനീൻ, അങ്ങനെ പോലെയുള്ള അലോയ്സിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് വരുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇലക്ട്രോലൈറ്റ്. ഫോർ ഇലക്ട്രോലൈറ്റ് the coefficient of temperature is negative. For insulators, for any insulators like paper, rubber, glass, mica, ഇതിനെല്ലാം ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, മൂന്നാമത്തെ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് മെറ്റീരിയൽ ഉണ്ട് ഫോർ കാർബൺ. കാർബൺ എന്ന് പറയുന്ന ഒരു പാർഷ്യൽ കണ്ടക്ടർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. സോ കാർബൺ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എലമെൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. സോ കാർബൺ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എലമെൻ്റ് ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് ഇതിനെ ഒരു മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഡെഫിനിഷൻ എന്ന് പറയാൻ മറന്നുപോയി. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ amount by which the resistance is affected by each degree of temperature. ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് എത്ര റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറുന്നു, വട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് വേരീസ്, ആ വാല്യൂയാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് വാല്യൂ ഈസ് കോൾഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ്. അത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇനി ഇതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളൊരു കണ്ടക്ടർ എടുത്തു, ആ കണ്ടക്ടറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ റെസിസ്റ്റൻസ് R0 എന്നെടുത്തു. ഞാൻ ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, T ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് RT എന്നെടുത്തു. സോ ആ ഒരു ടൈം റെസിസ്റ്റൻസ് ചേഞ്ച് എന്ന് പറയുന്നത് T ആണ്. സോ ഇത് റെസിസ്റ്റൻസ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RT മൈനസ് R0 ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു T ഇൻറ്റു ആൽഫ. This alpha is called temperature coefficient of resistance. This alpha is called temperature coefficient of resistance. So alpha is equal to, in relation alpha is equal to RT minus R0 divided by R0 into T. Otherwise alpha is equal to delta R divided by R0T. സോ ഇതാണ് ആൽഫയുടെ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസിങ് റെസിസ്റ്റൻസ്, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം, ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ഓർ പെർ ഡിഗ്രി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇപ്പോൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം, ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് ഓർ പെർ ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച്, ദാറ്റ് ഈസ് കോൾഡ് ആൽഫ. നമ്മൾ ഈ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്നൊരു ഡെഫിനിഷൻ എഴുതിയതാണ്. ഇതാണ് ആൽഫ എന്ന് പറയുന്നത്. ഇനി ആൽഫയുടെ യൂണിറ്റ് നിങ്ങൾ നോക്കുക. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓം ആണ്, ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഓം ആണ്, ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓം നോക്കിയാൽ കഴിഞ്ഞാൽ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് ആൽഫയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, പെർ ഡിഗ്രി സെൽഷ്യസ്. ഈ ആൽഫയുടെ വാല്യൂ നമുക്ക് പല മെറ്റീരിയലിനും പല ടൈപ്പിലാണ് അല്ലെങ്കിൽ പല രീതിയിലാണ്, പല വാല്യൂസാണ്. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഫോർ ഈച്ച് ആൻഡ് എവറി മെറ്റൽ. ഓരോ മെറ്റലിനും അതിന് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, അതൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ക്ലിയർ? റെഡി? ദെൻ നെക്സ്റ്റ് നമ്മൾ റെസിസ്റ്റേഴ്സിനെ കണക്ഷൻസിലേക്ക് പോവാണ്.
റെസിസ്റ്റൻസ് കണക്ഷൻ എടുക്കുമ്പോൾ റെസിസ്റ്റൻസിന് രണ്ട് രീതി കണക്ഷൻസ് ഉണ്ട്. ഒന്ന് സീരീസ് സർക്യൂട്ടും രണ്ടാമത്തത് പാരലൽ സർക്യൂട്ടും. സീരീസ് സർക്യൂട്ട് ആൻഡ് പാരലൽ സർക്യൂട്ട്. സീരീസ് സർക്യൂട്ട് ആൻഡ് പാരലൽ സർക്യൂട്ട്, ഈ രണ്ട് സർക്യൂട്ടുകളാണ് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ കണക്ഷനിലുള്ളത്. സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 ആയിട്ട് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യാം. 1/1 ആയിട്ട് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നതിനാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസിൻ്റെയും കണക്ഷൻ ടെർമിനൽസ് കോമൺ ആക്കി കണക്ട് ചെയ്യുന്നതിനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈ റെസിസ്റ്റൻസുകൾ R1, R2, R3 എന്നുള്ള 3 റെസിസ്റ്റൻസ് എടുക്കുക. R1, R2, R3. നമ്മൾ ഇത്രയും പറഞ്ഞ കേസുകളിൽ നിന്ന് അത് മാത്രം എടുത്തിട്ട് നമ്മൾ ഈ എന്താണ് സീരീസിൻ്റെയും പാരലലിൻ്റെയും വേരിയേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടി നോക്കുക. ഒന്ന്, നമ്മൾ ഇതിനെ സെല്ലായിട്ട് കണക്ട് ചെയ്യുന്നു വിചാരിക്കുക. എക്കും ബിക്കും ഇടയിൽ എക്കും ബിക്കും ഇടയിൽ നമ്മൾ സപ്ലൈ കൊടുത്തു. അപ്പോൾ ഇതിലെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഫ്ലോ ചെയ്ത് R1 കറണ്ട് ഫ്ലോ ചെയ്യും. I എന്ന് ഞാൻ എടുത്തു. ആ കറണ്ട് ഇതിലെ വന്ന് ഇതിലെ ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഇതിലെ വന്ന് ഇതിലെ ഫ്ലോ ചെയ്യും. അത് ഇതിലെ വന്ന് ഇവിടെ ഫ്ലോ ചെയ്യും. സിമിലർലി ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് I അപ്ലൈ ചെയ്തു. ഇവിടെ കറണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ടിന് പോകാൻ വേണ്ടി 3 പാത്തുകളുണ്ട്. ഒന്നെങ്കിൽ കറണ്ട് ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം. അതിലേതെങ്കിലും ഒന്നല്ല ചൂസ് ചെയ്യുക. 3ലൂടെയും കറണ്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും. ദാറ്റ് ഈസ് ഇവിടെ ഒരു I1 പോവും, ഇവിടെ I2 പോവും, ഇവിടെ I3 പോവും. സോ ടോട്ടൽ കറണ്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3ൻ്റെയും സം ആയിരിക്കും. ഇനി I1 കൂടെ പോകുന്ന കറണ്ട് ഇവിടെ I1 വരും, ഇവിടെ I2 വരും, I3 വരും, അത് തിരിച്ച് I ആയിട്ട് ഇതിലെ വരും. സോ ദ കറണ്ട് ടേംസ് ആർ ഇൻ അഡിറ്റീവ് നേച്ചർ. ഇവിടെ ആണെങ്കിലോ എൻ്റെ കറണ്ട് എന്ന് പറയുന്നത് കോമൺ ആണ്. ദ കറണ്ട് ഈസ് സെയിം ഇൻ സീരീസ് സർക്യൂട്ട്. ക്ലിയർ? ദെൻ ഇനി ഇവിടെ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് V ആണെന്ന് വിചാരിക്കാം. ഇതിന് അക്രോസുള്ള വോൾട്ടേജ് V ആണെന്ന് വിചാരിക്കാം. ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് V കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും റെസിസ്റ്റൻസുകളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള മൊത്തം വോൾട്ടേജ് ആണിത്. അപ്പോൾ ഇതിനിടയിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടാവും, ഇവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടാവും, ഇവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടാവും. ഇവിടെയുള്ള വോൾട്ടേജ് V1 ആയിരിക്കും, ഇവിടെ വോൾട്ടേജ് V2 ആണെങ്കിൽ, ഇവിടെ വോൾട്ടേജ് V3 ആണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1 + V2 + V3. ബട്ട് ഈ കേസിൽ ഇവിടെയാണ് വോൾട്ടേജ് V എങ്കിൽ ഈ രണ്ട് ടെർമിനൽ തന്നെയാണ് ഈ രണ്ട് ടെർമിനൽ, അത് തന്നെയാണ് ഇതും, അത് തന്നെയാണ് ഇതും. സോ ഇവിടെ എല്ലായിടത്തും ഒരേ പോയിൻ്റാണ്. ദാറ്റ് മീൻസ് ഈ V1 R1 ഇടയിലുള്ള വോൾട്ടേജ് V ആയിരിക്കും, R2 ഇടയിലുള്ള വോൾട്ടേജ് V ആയിരിക്കും, R3 ഇടയിലുള്ള വോൾട്ടേജ് V ആയിരിക്കും. സോ ദ വോൾട്ടേജസ് ആർ സെയിം. ദെൻ ദ വാല്യൂ ഓഫ് ടോട്ടൽ റെസിസ്റ്റൻസ്, ഈ മൊത്തം എക്കും ബിക്കും ഇടയിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് R എന്ന് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ സം ഓഫ് R1 + R2 + R3. അതേപോലെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 1/R = 1/R1 + 1/R2 + 1/R3. ഈ വേരിയേഷനാണ് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഡിഫറൻസ് ആണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും, പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. ദെൻ സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R1 + R2 + R3, പാരലൽ ആണെങ്കിൽ ഇൻവേഴ്സ് ആണ് നമുക്ക് സമ്മായിട്ട് വരിക. 1/R = 1/R1 + 1/R2 + 1/R3. റെഡി? ബട്ട് ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, രണ്ടിനും ഒരേപോലെയുള്ള ഒരു കാര്യമുണ്ട്, വിച്ച് ഈസ് പവർ. പവർ = P1 + P2 + P3. ഇവിടെയും പവർ ടോട്ടൽ പവർ P1 + P2 + P3. ഇവിടെ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 + P2 + P3 ആയിരിക്കും രണ്ട് കേസിൽ. ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിൻ്റെയും പവർ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ പവർ കിട്ടും. അത് രണ്ട് കേസിലും ഒരേപോലെയാണ്, കോമൺ ആണ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കൺസെപ്റ്റ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റെസിസ്റ്റൻസ്. നമുക്ക് ഈ സീരീസ് സർക്യൂട്ടിലും പാരലൽ സർക്യൂട്ടിലും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് പാരലൽ കോമ്പിനേഷനുകൾ റെസിസ്റ്റൻസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ടാവും. വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ topic about resistance. Thank you.